Hi dear students, let's talk history. So നമ്മുടെ റിസർച്ചിങ് ദ പാസ്റ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നോൺ കൺവെൻഷണൽ സോഴ്സസ് ആൻഡ് വിഷ്വൽ സോഴ്സസ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. അതിൽ എന്താണ് പഠിക്കാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളെല്ലാം ഓൺ ടൈമിൽ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് എന്താണെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വേരിയസ് നോൺ കൺവെൻഷണൽ ആൻഡ് വിഷ്വൽ സോഴ്സസ് ആൻഡ് ദെയർ ആപ്ലിക്കേഷൻ ഇൻ സോഷ്യൽ സയൻസ് റിസർച്ച്. പ്രധാനപ്പെട്ട നോൺ കൺവെൻഷണലും വിഷ്വൽ സോഴ്സുകളും ഏതൊക്കെയാണ്, അത് സോഷ്യൽ സയൻസ് റിസർച്ചിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. റിപ്പീറ്റഡ് ആയിട്ട് സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നോൺ കൺവെൻഷണൽ സോഴ്സുകൾ എന്താണ് എന്നും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് എന്ന് നോക്കിയാലോ. Okay, non-conventional sources and visual sources in social science research. ആദ്യം നമ്മൾ non-conventional sourceന്റെ ഒരു definition പറയുകയാണ്. Non-conventional sources deviates from traditional norms in terms of size, shape or material, including audio, visuals, microforms and other അൺകൺവെൻഷണൽ ഫോർമാറ്റ്സ്. നോൺ കൺവെൻഷണൽ എന്ന് പറയുന്ന വേർഡിന്റെ മലയാള മീനിങ് എന്താണ്? പാരമ്പര്യേതര സ്രോതസ്സുകൾ എന്നാണ് കേട്ടോ പറയുന്നത്. പരമ്പരാഗതമല്ല, പാരമ്പര്യേതര സ്രോതസ്സുകൾ എന്നാണ് പറയാം. ദെൻ വിഷ്വൽ സോഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ വിഷ്വൽ മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വിഷ്വൽ മെത്തേഡ്സ് ഇൻ സോഷ്യൽ സയൻസ് റിസർച്ച് യൂട്ടിലൈസ് വിഷ്വൽ ഫോംസ് ലൈക്ക് ഫോട്ടോഗ്രാഫ്സ്, films and other images to study and analyze social phenomena, encompassing techniques from empirical observations to semiotic analysis. എന്താണ് സോഷ്യൽ സയൻസ് റിസർച്ചിൽ വിഷ്വൽ സോഴ്സുകൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ പ്രധാനപ്പെട്ട റിസോഴ്സുകളെ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന എവിഡൻസുകളെയൊക്കെ എന്താണ് ക്യാപ്ചർ ചെയ്യുക. വിഷ്വൽ ഫോർമാറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം? സൂക്ഷിച്ചു വെക്കുകയാണ്. ഫോട്ടോഗ്രാഫ്സ് ആയിട്ട്, ഫിലിംസ് ആയിട്ട്, വീഡിയോസ് ആയിട്ട്, ഇമേജസ് ആയിട്ടൊക്കെ ആയിട്ട് നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നു അല്ലേ. അപ്പൊ നോൺ കൺവെൻഷണൽ സോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇവിടെ പറയുന്നത്? ഇറ്റ് ഡീവിയേറ്റ് ഫ്രം ട്രഡീഷണൽ നോംസ് ഇൻ ടേംസ് ഓഫ് സൈസ്, ഷേപ്പ് ഓർ മെറ്റീരിയൽ, ഇൻക്ലൂഡിംഗ് ഓഡിയോ വിഷ്വൽസ്, മൈക്രോഫോംസ് ആൻഡ് അതർ അൺകൺവെൻഷണൽ ഫോർമാറ്റ്സ്. എന്താണ്? ട്രഡീഷണൽ നോംസിൽ നിന്ന് അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ടുള്ള നോംസിൽ നിന്ന് സോഴ്സുകളെ ഡീവിയേറ്റ് ചെയ്തെടുക്കുകയാണ് നോൺ കൺവെൻഷണൽ സോഴ്സ് അല്ലെങ്കിൽ പാരമ്പര്യേതര സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോൺ കൺവെൻഷണൽ സോഴ്സസിന്റെ ടൈപ്പുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വിഷ്വൽ ഇമേജസ് ഉണ്ട്. അതായത് സ്റ്റിൽ ഇമേജസ്, സ്ലൈഡ്സ്, ഫിലിം സ്ട്രിപ്സ്, ഫോട്ടോഗ്രാഫ്സ്, ഇതുപോലെയുള്ള മൂവിങ് ആയിട്ടുള്ള ഇമേജുകളുണ്ട്. ഫിലിമായിട്ട്, വീഡിയോ ടേപ്സ്, ഇതൊക്കെ ആയിട്ട് വിഷ്വൽ ഇമേജസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നു. ദെൻ ആർട്ടിഫാക്ട്സ് ആൻഡ് റിയലിയ, ഗ്ലോബ്സ്, റിലീഫ് മോഡൽസ് ആൻഡ് അതർ ഫിസിക്കൽ ഒബ്ജക്ട്സ്. ആർട്ടിഫാക്ട്സ് ആയിട്ട് നമുക്ക് സൈറ്റിൽ നിന്ന് കിട്ടുന്ന ആർട്ടിഫാക്റ്റുകളൊക്കെ ഉണ്ട്. ദെൻ ഗ്ലോബ്, റിലീഫ് മോഡൽസ്, ഇതൊക്കെ എന്താണ് നോൺ കൺവെൻഷണൽ സോഴ്സസിന്റെ ടൈപ്സ് ആണ്. ദെൻ ഇലക്ട്രോണിക് മീഡിയ ഉണ്ട്. മാഗ്നറ്റിക് ടേപ്പ്, ഡിസ്ക്, ഡ്രംസ് എറ്റ്സെട്ര. ഇതൊക്കെ എന്താണ് നോൺ കൺവെൻഷണൽ സോഴ്സസിന്റെ മറ്റൊരു ടൈപ്പാണ്. ഓപ്റ്റിക്കൽ മീഡിയ, CD, ROM, DVD, ഇതൊക്കെ. ദെൻ മൈക്രോഫോംസ് ഉണ്ട്, മൈക്രോഫിലിംസ് ഉണ്ട്, മൈക്രോഫിറ്റ്സ് ഉണ്ട്. ഓഡിയോ റെക്കോർഡ്സ് ഉണ്ട്, ഇന്റർവ്യൂ, സ്പീച്ചസ്, മ്യൂസിക് എറ്റ്സെട്ര. ഓഡിയോ വിഷ്വൽ മെറ്റീരിയൽസ് ഉണ്ട്, ഫിലിം, ഡോക്യുമെന്റ്സ്. ഇത്രയുമാണ് എന്ത് നോൺ കൺവെൻഷണൽ സോഴ്സുകളുടെ ടൈപ്പുകൾ എന്ന് പറയുന്നത്. ദെൻ ഇനി ഇതൊക്കെ നമ്മുടെ സോഷ്യൽ സയൻസ് റിസർച്ചിൽ എങ്ങനെയാണ് ആപ്ലിക്കബിൾ ആകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ടു അണ്ടർസ്റ്റാൻഡ് സോഷ്യൽ കോണ്ടെക്സ്റ്റിനെ മനസ്സിലാക്കുവാൻ സഹായിക്കുന്നുണ്ട്. എന്ത്? നമ്മുടെ ഈ നോൺ കൺവെൻഷണൽ സോഴ്സസും വിഷ്വൽ സോഴ്സുകളും. വിഷ്വൽ ആൻഡ് നോൺ കൺവെൻഷണൽ സോഴ്സസ് ക്യാൻ പ്രൊവൈഡ് ഇൻസൈറ്റ്സ് ഇൻ ടു എ സോഷ്യൽ കോണ്ടെക്സ്റ്റ്, കൾച്ചറൽ പ്രാക്ടീസസ് ആൻഡ് lived experiences of individuals and groups. എന്താണ്? പണ്ട് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യന്മാരുടെ അവരുടെ എക്സ്പീരിയൻസുകളെ കുറിച്ചും, ഇൻഡിവിജ്വൽസിന്റെ ഗ്രൂപ്പ്സിന്റെ ഒക്കെ എക്സ്പീരിയൻസുകളെ കുറിച്ചും, അവരുടെ കൾച്ചർ ആൻഡ് സോഷ്യൽ കോണ്ടെക്സ്റ്റുകളെ കുറിച്ചും ഒക്കെ എന്താണ് ഒരു ദൃശ്യമാധ്യമത്തിലൂടെയും അതുപോലെ തന്നെ
പാരമ്പര്യേതര സ്രോതസ്സുകളിലൂടെയും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു എന്നാണ് പറയുന്നത്. അനലൈസിങ് സോഷ്യൽ ഇന്ററാക്ഷൻസ് സമൂഹത്തിൽ അവരെങ്ങനെയായിരുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്, പവർ ഡൈനാമിക്സ് എങ്ങനെയുള്ളതായിരുന്നു, സോഷ്യൽ റിലേഷൻഷിപ്പുകൾ എങ്ങനെയുള്ളതായിരുന്നു എന്ന് അനലൈസ് ചെയ്യുവാൻ സാധിക്കുന്നു. ദെൻ ഡോക്യുമെന്റിങ് സോഷ്യൽ ചേഞ്ചസ്, അതിലൂടെ വന്നിട്ടുള്ള സോഷ്യൽ ചേഞ്ചുകൾ എങ്ങനെയൊക്കെയുള്ളതായിരുന്നു എന്ന് നമുക്ക് ഡോക്യുമെന്റ് ചെയ്യാൻ, റെക്കോർഡ് ചെയ്യുവാൻ, വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നു. ദെൻ എക്സ്പ്ലോറിംഗ് കൾച്ചറൽ എക്സ്പ്രഷൻസ്, വിഷ്വൽ ആൻഡ് ഓഡിയോ മെറ്റീരിയൽസ് ക്യാൻ ഓഫർ ഇൻസൈറ്റ്സ് ഇൻടു കൾച്ചറൽ ബിലീഫ്സ്, വാല്യൂസ് ആൻഡ് ആർട്ടിഫാക്ട്സ് എക്സ്പ്രഷൻസ്. എന്താണ്? നമ്മുടെ കൾച്ചറൽ എക്സ്പ്രഷൻസിനെ എക്സ്പ്ലോർ ചെയ്യുവാൻ സാധിക്കുന്നുണ്ട്. കൾച്ചറൽ എക്സ്പ്രഷൻസ് എങ്ങനെയുള്ളതായിരുന്നു, എന്താണ് കൾച്ചറൽ ബിലീഫുകൾ എന്തൊക്കെയായിരുന്നു, അവരുടെ വാല്യൂസ്, ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻസ് എങ്ങനെയുള്ളതായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുവാൻ നമ്മുടെ ഈ വിഷ്വൽ ആൻഡ് നോൺ കൺവെൻഷണൽ സോഴ്സുകളിലൂടെ സാധിക്കുന്നു. ദെൻ ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്താണ്? ക്വാളിറ്റിക്കാണ് ഇത് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. എന്തിന്? നമ്മുടെ റിസർച്ച് ക്വാളിറ്റിക്കാണ്. നമ്മുടെ റിസർച്ചിലൂടെ നമുക്ക് കിട്ടുന്ന എവിഡൻസിന്റെ ക്വാളിറ്റിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. ആ ഒരു സംഭവത്തിനെ ഡീപ്പായിട്ട് പഠിക്കുന്നു. എക്സ്പ്ലോർ ചെയ്യുമ്പോൾ അതിന് കോംപ്ലക്സ് സോഷ്യൽ ഫിനോമിനയാണ് എങ്കിൽ അതിനെ ഡീപ്പായിട്ട് കോംപ്ലക്സ് ലെവലിൽ അതിനെക്കുറിച്ച് പഠിക്കുന്നു എന്നാണ് പറയുന്നത്. എത്നോഗ്രാഫിക് റിസർച്ച്, visual methods can be used to document and analyze cultural practices and social interactions in a naturalistic settings. എന്താണ്? ഈ വിഷ്വൽ മെത്തേഡ്സിലൂടെ എന്താണ് നമുക്ക് ഡോക്യുമെന്റ് ചെയ്യുവാനും അനലൈസ് ചെയ്യുവാനും അതിനെ ഈ കൾച്ചറൽ പ്രാക്ടീസസിനെ എന്തിനെയൊക്കെയാണ് ഈ ഡോക്യുമെന്റ് ചെയ്യാനും അനലൈസ് ചെയ്യാനും സാധിക്കുന്നത്? നാച്ചുറലിസ്റ്റിക് ആയിട്ടുള്ള സെറ്റിങ്സ്, ഈ സോഷ്യൽ ഇന്ററാക്ഷൻസിലെ നാച്ചുറലിസ്റ്റിക് ആയിട്ടുള്ള സെറ്റിങ്സ് എങ്ങനെയുള്ളതായിരുന്നു എന്നുള്ളത് ഡോക്യുമെന്റ് ചെയ്യുവാനും അത് അനലൈസ് ചെയ്ത് പഠിക്കുവാനും സാധിക്കുമെന്നാണ് പറയുന്നത്. ദെൻ ഹിസ്റ്റോറിക്കൽ റിസർച്ച്, വിഷ്വൽ ആൻഡ് നോൺ കൺവെൻഷണൽ സോഴ്സസ് ക്യാൻ പ്രൊവൈഡ് വാല്യുബിൾ ഇൻസൈറ്റ്സ് ഇൻടു പാസ്റ്റ് ഇവന്റ്സ് ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ. എന്താണ്? പഴയ കാലഘട്ടത്തിലെ സംഭവ വികാസങ്ങളെയും സോഷ്യൽ സ്ട്രക്ചറുകളെയും അതിനെക്കുറിച്ച് വാല്യുബിൾ ആയിട്ടുള്ള ഇൻസൈറ്റ്സ്, അതിനെക്കുറിച്ച് കൂടുതൽ ഉൾധാരണകൾ കിട്ടുവാൻ നമുക്ക് എന്ത് സഹായിക്കുന്നുണ്ട്? വിഷ്വൽ സോഴ്സുകളും അതുപോലെ തന്നെ നോൺ കൺവെൻഷണൽ സോഴ്സുകളും സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇത്രയാണ് നമുക്ക് നമ്മുടെ വിഷ്വൽ ആൻഡ് നോൺ കൺവെൻഷണൽ സോഴ്സുകളിൽ പഠിക്കുവാനുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിൽ കാണാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.